ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ എന്താണ് അസറ്റ്, എന്താണ് ലയബിലിറ്റീസ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ തിയറി റിച്ച് ഡാഡ് പുവർ ഡാഡിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഓതർ പറഞ്ഞ ഫസ്റ്റ് റൂൾ പറഞ്ഞാൽ യു മസ്റ്റ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ആൻഡ് ബൈ അസറ്റ്. ഒരു കോയിൻ്റെ രണ്ട് വശങ്ങളാണ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ ആൻ അസറ്റ് പുട്ട് മണി ഇൻ മൈ പോക്കറ്റ്, എ ലയബിലിറ്റി ടേക്ക് മണി ഔട്ട് മൈ പോക്കറ്റ്. നമ്മുടെ പോക്കറ്റിലേക്ക് ക്യാഷ് ഫ്ലോ കൊണ്ടുവരുന്നതിനെ അസറ്റെന്നും കാശ് തിരിച്ചെടുത്ത് കൊണ്ടുപോകുന്നതിനെ ലയബിലിറ്റീസും എന്ന് പറയുന്നു. അപ്പോൾ ഇതിന് അസറ്റിൻ്റെ ഉദാഹരണമാണ് റെൻ്റൽ ഹൗസ്, ബിൽഡിങ്സ്, സ്റ്റോക്ക്, ബോണ്ട്, പിന്നെ പേപ്പർ ബോണ്ട്, പിന്നെ ഡിജിറ്റൽ ഗോൾഡ് ആൻഡ് ലാൻഡൊക്കെയാണ് ഇതിൻ്റെ അസറ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ലയബിലിറ്റി സൈഡിൽ നമ്മൾ ഇരിക്കണ വീടില്ലേ, ആ വീട്, പിന്നെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫോണ്, പിന്നെ അതുപോലെ തന്നെ ആഡംബരമായിട്ടുള്ള വസ്തുക്കളൊക്കെ ഇതിൽ ലയബിലിറ്റീസ് വരുന്നത്. വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നതിന് അസറ്റിന് വലിയൊരു പ്രാധാന്യം തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അസറ്റ് ബിൽഡ് ചെയ്യാനുള്ള 3 വഴികളാണ്. ഒന്ന്, ഡിവിഡൻഡ് സ്റ്റോക്ക് ബൈ ചെയ്യാം. അപ്പോൾ ഡിവിഡൻഡ് കൊണ്ട് അർത്ഥമാക്കുന്നത് കമ്പനിയുടെ ലാഭത്തെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതാണ് ഡിവിഡൻഡ് കൊണ്ട് അർത്ഥമാക്കുന്നത്. 2, ഒരു ബിസിനസ് തുടങ്ങുക. പിന്നെ ഇതിൽ മൂന്നാമത്തേതാണ് ഹൈ സാലറി ആയിട്ടുള്ള ജോബ്. ഈ 3 കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഇത്രയേ ഉള്ളൂ.